ഹായ്, ഒരു സർക്കിളിൻ്റെ ഏരിയയും പെരിമീറ്ററും കണ്ടുപിടിക്കാനുള്ള C++ പ്രോഗ്രാം തയ്യാറാക്കാനാണ് നമ്മളിനി പോകുന്നത്. ഇവിടെ ആ പ്രോഗ്രാം എഴുതി വച്ചിട്ടുണ്ട്. ആ പ്രോഗ്രാം സ്റ്റേറ്റ്മെൻറ്റ്സ് എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ പ്രോഗ്രാം തുടങ്ങുന്നത് #include IOStream എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റിലാണ്. ഇത് പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവ് ആണെന്നും അത് IOStream എന്ന് പറയുന്ന ഹെഡർ ഫയലിനെ നമ്മുടെ പ്രോഗ്രാമിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാനാണ് പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവായ #include എഴുതിയിരിക്കുന്നതെന്നും നിങ്ങൾക്ക് മനസ്സിലാകും. അടുത്ത ലൈനിൽ യൂസിങ് നെയിം സ്പേസ് std എന്ന് എഴുതിയിരിക്കുന്നു. അത് std എന്നുള്ള പേരിൽ ഒരു നെയിം സ്പേസ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. IOStream എന്ന് പറയുന്ന ഹെഡർ ഫയലിനകത്തുള്ള cin cout ഒബ്ജക്ട്സ് അതിനെ നമ്മളുടെ പ്രോഗ്രാമിലേക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ നെയിം സ്പേസ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നെയിം സ്പേസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫംഗ്ഷൻ എഴുതി തുടങ്ങാം. C++ പ്രോഗ്രാമിനകത്ത് ഏറ്റവും കുറഞ്ഞത് ഒരു ഫംഗ്ഷനെങ്കിലും ഉണ്ടായിരിക്കണം. ഏറ്റവും കുറഞ്ഞത് ഒരു ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഉപയോഗിക്കുന്ന ഫംഗ്ഷന്റെ പേര് മെയിൻ എന്നാണ്. മെയിൻ എന്നുള്ള ഫംഗ്ഷനകത്താണ് പ്രോഗ്രാം തുടങ്ങുന്നതും ആ ഫംഗ്ഷനകത്ത് തന്നെയാണ് പ്രോഗ്രാം അവസാനിക്കുന്നത്. മറ്റേതെങ്കിലും ഫംഗ്ഷൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മെയിൻ ഫംഗ്ഷൻ അകത്തു നിന്ന് വേണം കോൾ ചെയ്യാനും ഒക്കെ. ഇവിടെ മെയിൻ ഫംഗ്ഷൻ എഴുതുമ്പോൾ മെയിൻ എന്ന് എഴുതുന്നതിന് ലെഫ്റ്റ് സൈഡിൽ ഇൻഡ് എന്നുള്ള ഡാറ്റ ടൈപ്പ് നമുക്ക് അവിടെ എഴുതേണ്ടി വരും. മെയിൻ എഴുതി കഴിഞ്ഞിട്ട് ഓർഡിനറി ബ്രാക്കറ്റ്സ് കൊടുക്കണം. ഇനി ഈ ഫംഗ്ഷനോടനുബന്ധിച്ച് വരുന്ന സ്റ്റേറ്റ്മെന്റ്സ് എവിടെ തുടങ്ങുന്നു എവിടെ അവസാനിക്കുന്നു എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി കേർലി ബ്രേസസ് നമ്മൾ അവിടെ ഉപയോഗിക്കുന്നു. ഓപ്പണിംഗ് ബ്രാക്കറ്റും ക്ലോസിംഗ് ബ്രാക്കറ്റും എഴുതിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഒരു സ്പേസിംഗ് കൊടുത്തിരിക്കുന്നത് കൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് എവിടെയാണ്, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് എവിടെയാണെന്ന് കൃത്യമായിട്ട് അറിയാം. ആ രണ്ട് ബ്രാക്കറ്റ്സിനുള്ളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം വലതുവശത്തേക്ക് നീക്കി ഇൻഡന്റ് ചെയ്താണ് എഴുതിയിരിക്കുന്നത്. അത് കോഡിങ്ങിന്റെ ഒരു സ്റ്റൈലാണ്. പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്, റീഡബിലിറ്റി കൂട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ഇൻഡന്റ് ചെയ്ത് എഴുതിയിരിക്കുന്നത്. ഇനിയും മെയിൻ എന്ന് പറയുന്ന ഫംഗ്ഷന്റെ പാർട്ടായിട്ട് വരുന്ന സ്റ്റേറ്റ്മെന്റിൽ ആദ്യം കൊടുത്തിരിക്കുന്നത് ഒരു ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇവിടെ നോക്കുക, നമ്മളുടെ ഈ പ്രോഗ്രാമിൽ രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. ഒന്ന് ഏരിയ എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സ്റ്റേറ്റ്മെന്റ്. ഏരിയ = πr² ആണെന്ന് നിങ്ങൾക്കറിയാം. πr², r എന്ന് പറയുന്ന റേഡിയസ് ആണ്. സാധാരണ നമ്മൾ പറഞ്ഞ ശീലം πr² എന്നുള്ളതാണ്. പെരിമീറ്റർ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഫോർമുല എന്ന് പറയുന്നത് 2πr എന്നുള്ളതാണ്. ഇതിൽ π എന്ന് പറയുന്ന മാത്സിലെ ഒരു കോൺസ്റ്റന്റ് ആണെന്ന് നമുക്കറിയാം. 3.14 എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 22.0/7 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ് π എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം. നമ്മളിങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതുമ്പോൾ പെരിമീറ്റർ = 22.0/7 ഇൻറ്റു റേഡിയസ് എന്ന് എഴുതാറില്ല. അല്ലെങ്കിൽ ഏരിയ കണ്ടുപിടിക്കുമ്പോൾ 22.0/7 ഇൻറ്റു റേഡിയസ് എന്ന് എഴുതാറില്ല. അത് കോഡിങ്ങിന്റെ ഒരു നല്ല ശീലമല്ല. കോഡ് ചെയ്യുമ്പോൾ ഇത്തരം കോൺസ്റ്റന്റ് വാല്യൂ നമ്മുടെ പ്രോഗ്രാമിനകത്ത് ഉപയോഗിക്കേണ്ടി വന്നാൽ ആ കോൺസ്റ്റന്റ് വാല്യൂവിനെ ഒരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്തതിനു ശേഷം മാത്രമേ ആ സ്റ്റേറ്റ്മെന്റിന്റെ പാർട്ടാക്കി കൊണ്ടുവരാവൂ. അതുകൊണ്ടാണ് ഇവിടെ π എന്നുള്ള വേരിയബിൾ നമ്മൾ ഉപയോഗിക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. π = 22.0/7 എന്ന് അസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. π എന്നുള്ളത് ഈ വലതുവശത്തെ വാല്യൂ കാണുമ്പോൾ തന്നെ അറിയാം ഫ്ലോട്ടിംഗ് ടൈപ്പ് ഡേറ്റ ആയിരിക്കും വരാൻ പോകുന്നത്. ഡിവിഷൻ ഉണ്ട്, ഫ്ലോട്ടിംഗ് ടൈപ്പ് ഡേറ്റ ആയിരിക്കും വരാൻ പോകുന്നത്. അതുകൊണ്ട് ഫ്ലോട്ട് എന്നുള്ള ഡേറ്റ ടൈപ്പ് ഉപയോഗിച്ച് π എന്നുള്ള വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. അതിലേക്ക് 22.0/7 എന്നുള്ള വാല്യൂ അസൈൻ ചെയ്തു. ഇവിടെ ഡിക്ലറേഷൻ നടന്നു, വേരിയബിൾ ഡിക്ലറേഷൻ നടന്നു. അതേസമയം തന്നെ ഒരു വാല്യൂ അവിടെ അസൈൻ ചെയ്തിട്ടുണ്ട്. വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ മെമ്മറിയിൽ അതിനാവശ്യമായ സ്പേസ് അനുവദിക്കും എന്നുള്ള കാര്യം നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. ഇത് ഫ്ലോട്ടിംഗ് ടൈപ്പ് ഡേറ്റയാണ്. ഫ്ലോട്ടിംഗ് ടൈപ്പ് ഡേറ്റ ആയതുകൊണ്ട് മെമ്മറിയിൽ 4 സെല്ലാണ് അനുവദിക്കുന്നത്, 4 ബൈറ്റ് ആണ് അനുവദിക്കുന്നത്. ഈ 4 ബൈറ്റ് അനുവദിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് കമ്പൈലർ തനിയെ ഒരു വാല്യൂ റൈറ്റ് ചെയ്ത് വെക്കും. ഡിക്ലറേഷൻ നടക്കുന്ന സമയത്ത് തന്നെ അതിനൊരു വാല്യൂ റൈറ്റ് ചെയ്ത് വെക്കും. അങ്ങനെ റൈറ്റ് ചെയ്യുന്ന വാല്യൂവിനെ ഗാർബേജ് വാല്യൂ എന്നാണ് പറയുന്നത്. അതിന് പകരം
നമ്മൾ ആ ഡിക്ലറേഷൻ നടക്കുന്ന സമയത്ത്, വേരിയബിൾ ഡിക്ലറേഷൻ നടക്കുന്ന സമയത്ത് തന്നെ അവിടെ വരേണ്ട വാല്യൂ അസൈൻ ചെയ്യാം. ഫ്ലോട്ട് പൈ എന്ന് പറയുന്ന ആ സമയത്ത് തന്നെ അതിലേക്ക് 22.0 ഡിവൈഡഡ് ബൈ 7 എന്നുള്ള വാല്യൂ അസൈൻ ചെയ്യുകയാണ്. ഇവിടെ വേരിയബിൾ ഇനീഷ്യലൈസ് ചെയ്യുക എന്നാണ് പറയുന്നത്. വേരിയബിൾ ഇനീഷ്യലൈസ് ചെയ്യുകയാണ്. വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് തന്നെ അതിനാവശ്യമായ വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് വേരിയബിൾ ഇനീഷ്യലൈസേഷൻ. ഇനി നമ്മൾ വേറൊരു കാര്യം കൂടെ അവിടെ സൂചിപ്പിക്കാനുണ്ട്. പൈ എന്നുള്ളത് ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലെ ഒരു വേരിയബിൾ ആയിട്ടാണ് ഡിക്ലെയർ ചെയ്തത്. നമ്മൾ അത്രയും കാര്യങ്ങളെ പറഞ്ഞുള്ളൂ. ഒരു വേരിയബിളിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആ പ്രോഗ്രാമിൽ എവിടെ വെച്ച് വേണേലും ആ വാല്യൂ മാറാം. ഇപ്പോൾ ഫ്ലോട്ട് പൈ എന്ന് കൊടുത്താൽ 22.0 എന്ന് ആദ്യം ഇനിഷ്യലൈസ് ചെയ്ത് വെച്ചാലും പിന്നീട് ആ പ്രോഗ്രാമിന്റെ വേറെ ഏതെങ്കിലും വശത്ത് വെച്ച് അതിന് പകരം മറ്റൊരു വാല്യൂ 100 എന്നോ അല്ലെങ്കിൽ 500 എന്നോ ഏതെങ്കിലും ഒരു വാല്യൂ അസൈൻ ചെയ്യാം. അപ്പോൾ അതൊരു കോൺസ്റ്റന്റ് നേച്ചർ കാണിക്കില്ല. നമുക്ക് 22.0/7 എന്നുള്ളത് ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. അത് പൈ എന്ന് പറയുന്ന വേരിയബിളിനകത്ത് നിൽക്കണം. പൈ എന്ന് പറയുന്ന വേരിയബിളിലേക്ക് വേറെ വാല്യൂസ് വരാൻ പാടില്ല. അങ്ങനെയുണ്ടെങ്കിൽ ഈ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് ഡാറ്റ ടൈപ്പിന്റെ തൊട്ട് മുമ്പായിട്ട് കോൺസ്റ്റ് എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്യണം. കോൺസ്റ്റ് എന്ന് പറയുന്ന കീവേഡ് ഉപയോഗിക്കുന്നത് ആക്സസ് മോഡിഫയർ ആയിട്ടാണ് കോൺസ്റ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളൊരു വേരിയബിൾ എഴുതി അതിൻ്റെ ഡാറ്റ ടൈപ്പ് നിർണ്ണയിച്ച് അതിലേക്ക് ഒരു വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ കോൺസ്റ്റ് എന്നുള്ള കീവേഡ് ഉണ്ടെങ്കിൽ പിന്നീട് അതിനകത്ത് വാല്യൂ മാറില്ല. ഇപ്പോൾ ഈ പൈ എന്ന് പറയുന്ന ഒരു വേരിയബിൾ അല്ല, കോൺസ്റ്റന്റ് ആണ്. അതിനകത്തെ വാല്യൂ 22.0/7 എന്നായിരിക്കും ഈ പ്രോഗ്രാമിന്റെ ഏത് ഭാഗത്ത് വെച്ചു. വേറെ ഏതെങ്കിലും ഒരു വശത്ത് വന്ന് പൈ = 100 എന്ന് അസൈൻ ചെയ്യാൻ ശ്രമിച്ചാലും അത് അസൈൻ ആകില്ല. അതൊരു കോൺസ്റ്റന്റ് വേരിയബിൾ ആയിട്ടാണ് ഇപ്പോൾ അത് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഡാറ്റ ടൈപ്പ് ഉപയോഗിച്ച് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിൽ പൈ എന്ന് പറയുന്ന വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. അതിലേക്ക് വാല്യൂ അസൈൻ ചെയ്തു. അതായത് വേരിയബിൾ ഇനിഷ്യലൈസേഷൻ നടത്തി. പിന്നീട് അതിന്റെ വാല്യൂ മോഡിഫൈ ചെയ്യാതിരിക്കാൻ വേണ്ടി ആക്സസ് മോഡിഫയർ ആയ കോൺസ്റ്റ് ഉപയോഗിച്ചു. ഇനി നമ്മുടെ പ്രോഗ്രാമിൽ ആവശ്യമായ മറ്റ് വേരിയബിൾസ് കൂടെ ഉപയോഗിക്കാം. ഏരിയ കണ്ടുപിടിക്കണമെങ്കിലും പെരിമീറ്റർ കണ്ടുപിടിക്കണമെങ്കിലും റേഡിയസ് വേണം. അപ്പോൾ റേഡിയസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി റേഡിയസ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഉപയോഗിക്കുന്നു. ഇനി ഏരിയ കണ്ടുപിടിക്കും. ഏരിയ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഏരിയ എന്നുള്ള പേരിൽ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. പെരിമീറ്റർ കണ്ടുപിടിക്കാനുണ്ട്. അത് സ്റ്റോർ ചെയ്യാൻ വേണ്ടി പെരിമീറ്റർ എന്ന് പറയുന്ന ഒരു വേരിയബിൾ നമ്മളിവിടെ ഉപയോഗിക്കുകയാണ്. തീർച്ചയായിട്ടും ഇതെല്ലാം തന്നെ ഫ്ലോട്ടിംഗ് ടൈപ്പ് ഡാറ്റ ആകാനാണ് സാധ്യത. അതുകൊണ്ട് ഇവരെ മൂന്നിനെയും ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 4 കാര്യങ്ങൾ അവിടെ ചെയ്തു. 3 വേരിയബിൾസ് ഡിക്ലെയർ ചെയ്തു, ഒരു കോൺസ്റ്റന്റും ഡിക്ലെയർ ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ സ്ക്രീനിലേക്ക് വരാനുള്ള മെസ്സേജ് എഴുതാം. സ്ക്രീനിലേക്ക് വരാനുള്ള മെസ്സേജ് എന്ന് പറയുന്നത് എൻ്റർ ദ റേഡിയസ് ഓഫ് എ സർക്കിൾ എന്നുള്ളതാണ്. സ്ക്രീനിലേക്ക് മെസ്സേജ് വരാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ് ആണ്. ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ് തുടങ്ങുന്നത് സി ഔട്ട് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ഉപയോഗിച്ചാണ്. കാരണം ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യേണ്ടത് നമ്മുടെ മോണിറ്ററിലേക്കാണ്. മോണിറ്ററിലേക്ക് ഔട്ട്പുട്ട് വരാനുള്ളത് കൊണ്ട് മോണിറ്ററിനെ സൂചിപ്പിക്കുന്ന ഒബ്ജക്റ്റ് സി ഔട്ട് ആണ്. അതാണ് നമ്മളുടെ ഔട്ട്പുട്ട് ഓപ്പറേറ്ററിന്റെ ലെഫ്റ്റ് സൈഡിൽ എഴുതേണ്ടത്. ഇനി ഔട്ട്പുട്ട് ഓപ്പറേറ്ററിന്റെ വലതുവശത്ത് എഴുതേണ്ടത് മോണിറ്ററിലേക്ക് പോകാനുള്ള കണ്ടന്റ് ആണ്. ഇവിടെ ഡബിൾ കോട്ട്സിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, എൻ്റർ ദ റേഡിയസ് ഓഫ് എ സർക്കിൾ എന്ന്. അപ്പോൾ ഇവിടെ ഡബിൾ കോട്ട്സിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് ആ കാര്യം മോണിറ്ററിലേക്ക് പോകും. അതായത് എൻ്റർ ദ റേഡിയസ് ഓഫ് എ സർക്കിൾ എന്നുള്ളത് സി ഔട്ട് എന്ന് പറഞ്ഞിരിക്കുന്ന ഒബ്ജക്റ്റ് മുഖേന ഉപയോഗിക്കുന്ന ആ ഔട്ട്പുട്ട് ഡിവൈസ് മോണിറ്റർ അതിലേക്കാണ് പാസ് ചെയ്യുന്നത്. ഇപ്പോൾ സ്ക്രീനിൽ മെസ്സേജ് വരും, എൻ്റർ ദ റേഡിയസ് ഓഫ് എ സർക്കിൾ. ആ മെസ്സേജ് വന്നു കഴിഞ്ഞാൽ വർക്ക് ചെയ്യുന്ന ആൾ ഒരു വാല്യൂ എൻ്റർ ചെയ്യും. കീബോർഡിൽ ഒരു വാല്യൂ ഇൻപുട്ട് ചെയ്യും. അങ്ങനെ കീബോർഡിൽ ഇൻപുട്ട് ചെയ്യുന്ന വാല്യൂ റീഡ് ചെയ്യാൻ വേണ്ടി ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യണം. ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ് എഴുതുമ്പോൾ അവിടെ ഇൻപുട്ട് ഓപ്പറേറ്റർ ലെഫ്റ്റ് സൈഡിൽ വരേണ്ട ഓപ്പറന്റ് എന്ന് പറയുന്നത് സി ഇൻ ആണ്. കാരണം കീബോർഡാണ് ഇൻപുട്ട് ഡിവൈസ്. അതുകൊണ്ട് സി ഇൻ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് അവിടെ യൂസ് ചെയ്യുക. അതിനുശേഷം അവിടെ ഇൻപുട്ട് ഓപ്പറേറ്റർ ഉപയോഗിച്ചു. അതിൻ്റെ വലതുവശത്ത് റേഡിയസ് എന്ന് പറയുന്ന വേരിയബിൾ എഴുതിയിരിക്കുകയാണ്. റേഡിയസ് എന്ന് പറയുന്ന വേരിയബിൾ എഴുതിയിരിക്കുന്നതിന് കാരണം കീബോർഡിൽ നിന്ന് വരുന്ന വാല്യൂ സ്റ്റോർ ചെയ്യേണ്ടത് റേഡിയസ് എന്ന് പറയുന്ന വേരിയബിളാണ്. ഓക്കെ, അത് ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലുള്ള ഒരു വേരിയബിളാണ്. അതിലേക്ക് വാല്യൂ സ്റ്റോർ ചെയ്യും. കീബോർഡിൽ നിന്ന് വരുന്ന വാല്യൂ സ്റ്റോർ ചെയ്യും. ഇനി നമുക്ക് 2
പ്രോസസ്സിംഗ് നടത്താം. ഒന്ന് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യണം. ഏരിയ ഈസ് ഈക്വൽ ടു പൈ ഇൻറ്റു റേഡിയസ്. ഇവിടെ പൈ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട് 22.0/7 എന്ന്. റേഡിയസ് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് ഇവിടെ വാല്യൂ റീഡ് ചെയ്തെടുത്തു. സി ഇൻ റേഡിയസ് എന്ന് പറഞ്ഞ് വാല്യൂ റീഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് 3 മൾട്ടിപ്ലൈ ചെയ്യും, അത് ഏരിയയിലേക്ക് സ്റ്റോർ ചെയ്യും. അടുത്തത് പെരിമീറ്റർ എന്ന് പറയുന്ന വേരിയബിളിലേക്ക് ഒരു വാല്യൂ സ്റ്റോർ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഒരു പ്രോസസ്സിംഗ് അവിടെ നടക്കുന്നു. പെരിമീറ്റർ ഈക്വൽ ടു 2 ഇൻറ്റു പൈ ഇൻറ്റു റേഡിയസ്. ഇവിടെ റേഡിയസ് എന്ന് പറയുന്ന വേരിയബിളിൽ വാല്യൂ റീഡ് ചെയ്തെടുത്തതാണ്. പൈ എന്ന് പറയുന്ന വേരിയബിൾ 22.0/7 എന്ന് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 3 കാര്യവും മൾട്ടിപ്ലൈ ചെയ്ത് അതിനെ പെരിമീറ്റർ എന്ന് പറയുന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യും. ഇപ്പോൾ നമുക്ക് ഏരിയ കിട്ടി, പെരിമീറ്റർ കിട്ടി. അത് പ്രിന്റ് ചെയ്യാം. പ്രിന്റ് ചെയ്യാൻ വേണ്ടി ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യാം. ഇവിടെ സി ഔട്ട് എഴുതിയിരിക്കുകയാണ്. ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റിന്റെ പാർട്ടായിട്ട് അത് സ്ക്രീനിലേക്ക് പ്രിന്റ് ചെയ്യാൻ പറയുന്നു. സി ഔട്ട് കഴിഞ്ഞിട്ട് ഔട്ട്പുട്ട് ഓപ്പറേറ്റർ ഉണ്ട്. ഔട്ട്പുട്ട് ഓപ്പറേറ്ററിന്റെ വലതുവശത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് സ്ക്രീനിലേക്ക് വരേണ്ടത്. വലതുവശത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? ഏരിയ ഓഫ് ദ സർക്കിൾ ഈക്വൽ ടു. അത് ഡബിൾ കോട്ട്സിലാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അത് സ്ക്രീനിലേക്ക് അതുപോലെ തന്നെ വന്നുകൊള്ളും. ഇനി കാസ്കേഡിംഗ് നടത്തി വീണ്ടും ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുകയാണ്. ഔട്ട്പുട്ട് ഓപ്പറേറ്റർ കൊടുത്തു. അതിന്റെ വലതുവശത്ത് ഏരിയ എന്ന് എഴുതിയിട്ടുണ്ട്. ഏരിയ എന്ന് എഴുതിയിരിക്കുന്നത് ഡബിൾ കോട്ട്സിലല്ല, അതൊരു വേരിയബിൾ ആണ്. ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതാണ് ഏരിയ. അപ്പോൾ ഏരിയ എന്ന് പറയുന്ന വേരിയബിളിനകത്ത് ഒരു വാല്യൂ ഉണ്ട്. ആ കണ്ടന്റ് അവിടെ സ്ക്രീനിലേക്ക് റൈറ്റ് ചെയ്ത് വന്നോളും. അത് കഴിഞ്ഞ് വീണ്ടും ഔട്ട്പുട്ട് ഓപ്പറേറ്റർ കൊടുത്തിട്ടുണ്ട്. അതിന്റെ വലതുവശത്ത് ഡബിൾ കോട്ട്സിനകത്ത് /n എന്ന് കൊടുത്തിരിക്കുകയാണ്. /n എന്നുള്ളത് എസ്കേപ്പ് സീക്വൻസ് ആണ്. ആ എസ്കേപ്പ് സീക്വൻസ് കണ്ടു കഴിഞ്ഞാൽ കമ്പൈലറിന് മനസ്സിലാകും ഇനിയുള്ള കാര്യങ്ങൾ അടുത്ത ലൈനിൽ വേണം പ്രിന്റ് ചെയ്യാനെന്ന്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ലൈൻ പ്രിന്റിങ്ങിന് വേണ്ടിയാണ് /n എന്നുള്ള എസ്കേപ്പ് സീക്വൻസ് കൊടുത്തിരിക്കുന്നത്. വീണ്ടും അടുത്ത ലൈനിൽ ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ് എഴുതിയിരിക്കുകയാണ്. സി ഔട്ട് എന്ന് തുടങ്ങി ഔട്ട്പുട്ട് ഓപ്പറേറ്റർ എഴുതി. അതിന്റെ വലതുവശത്ത് ഡബിൾ കോട്ട്സിനകത്ത് പെരിമീറ്റർ ഓഫ് ദ സർക്കിൾ ഈക്വൽ ടു എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്ക്രീനിലേക്ക് പെരിമീറ്റർ ഓഫ് ദ സർക്കിൾ ഈക്വൽ ടു എന്ന് അതുപോലെ തന്നെ എഴുതും. വീണ്ടും ഔട്ട്പുട്ട് ഓപ്പറേറ്റർ വന്നിരിക്കുകയാണ്. അതിന്റെ വലതുവശത്ത് എന്താ കൊടുത്തിരിക്കുന്നത്? പെരിമീറ്റർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. പെരിമീറ്റർ എന്നുള്ളത് ഒരു വേരിയബിൾ ആണ്. അതിവിടെ കാൽക്കുലേഷൻ നടത്തിയതാണ്. അപ്പോൾ ആ പെരിമീറ്റർ എന്ന് പറയുന്ന വേരിയബിളിനകത്തൊരു വാല്യൂ ഉണ്ട്. അത് ഇവിടെ പ്രിന്റ് ചെയ്യും. ഓക്കെ, നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. ആദ്യം ഫയൽ സേവ് ചെയ്യണം. അത് ഫയലിനകത്ത് നിന്ന് സേവ് എന്ന് പറയുന്ന സബിന് എടുക്കാം, അല്ലെങ്കിൽ Ctrl+S എന്ന് പറയുന്ന ഷോർട്ട് കട്ട് യൂസ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞു. സേവിങ് കഴിഞ്ഞാൽ കമ്പൈൽ ചെയ്യണം. കമ്പൈൽ ചെയ്യാൻ ബിൽഡ് എന്ന് പറയുന്ന മെനുവിനകത്ത് കമ്പൈൽ എന്ന് പറയുന്ന സബിനു യൂസ് ചെയ്യുക, അല്ലെങ്കിൽ F8 എന്ന് പറയുന്ന ഫംഗ്ഷൻ കീ പ്രസ് ചെയ്യുക. കമ്പൈൽ ചെയ്തു. കമ്പൈലേഷൻ എറർ ഒന്നുമില്ല. അത് കഴിഞ്ഞ് ബിൽഡിനകത്തുള്ള ബിൽഡ് എന്ന് പറയുന്ന ബട്ടൺ ഒരിക്കൽ കൂടെ പ്രസ് ചെയ്യണം, അല്ലെങ്കിൽ F9 എന്ന് പറയുന്ന ഫംഗ്ഷൻ കീ പ്രസ് ചെയ്യണം. എപ്പോഴും കമ്പൈലേഷൻ സക്സസ് ആണ്. അതുകൊണ്ട് ബിൽഡ് മെനുവിൽ പോയിട്ട് എക്സിക്യൂട്ട് എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ F5 എന്ന് പറയുന്ന ഫംഗ്ഷൻ കീ പ്രസ് ചെയ്യുക. അപ്പോൾ പ്രോഗ്രാം റൺ ചെയ്യും. സ്ക്രീനിലേക്ക് ഒരു മെസ്സേജ് വന്നു. എന്താണ്? എൻ്റർ ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ എന്ന് വന്നു. അത് നമ്മുടെ പ്രോഗ്രാമിനകത്ത് നമ്മൾ ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റായിട്ട് കൊടുത്തിരുന്നതാണ്. സി ഔട്ട് എൻ്റർ ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ. സർക്കിളിന്റെ റേഡിയസ് നമ്മൾ എൻ്റർ ചെയ്യണം. ഞാനിവിടെ 10 എന്ന് എൻ്റർ ചെയ്യുകയാണ്. അതിനുശേഷം എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ ആ 10 എന്നുള്ള വാല്യൂ റേഡിയസ് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യും. ഉടൻ തന്നെ 2 പ്രോസസ്സിംഗ് നടക്കും. ഏരിയ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യും, പെരിമീറ്റർ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യും. അതിനുശേഷം 2 ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ആദ്യത്തെ ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? ഏരിയ ഓഫ് ദ സർക്കിൾ ഈക്വൽ ടു. അത് ഡബിൾ കോട്ട്സിൽ പറഞ്ഞിട്ടുണ്ട്. അത് അതുപോലെ തന്നെ സ്ക്രീനിലേക്ക് വന്നു. ഏരിയ ഓഫ് ദ സർക്കിൾ ഈക്വൽ ടു. ഇനി ഏരിയ എന്ന് പറയുന്ന വേരിയബിളിനകത്ത് വാല്യൂ പ്രിന്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏരിയ എന്ന് പറയുന്ന വേരിയബിളിനകത്ത് വന്നിരിക്കുന്ന വാല്യൂ ഇവിടെ പ്രിന്റ് ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ലൈനിലേക്ക് പോകാൻ വേണ്ടിയാണ് /n കൊടുത്തിരിക്കുന്നത്. /n കൊടുത്തിരിക്കുന്നത് കൊണ്ട് ബാക്കി കാര്യങ്ങൾ അടുത്ത ലൈനിലാണ് പ്രിന്റ് ചെയ്യുന്നത്. സി ഔട്ട് പറഞ്ഞു, ഔട്ട്പുട്ട് ഓപ്പറേറ്റർ പറഞ്ഞു. അതിന്റെ വലതുവശത്ത് പെരിമീറ്റർ ഓഫ് ദ സർക്കിൾ ഈക്വൽ ടു എന്ന് എഴുതിയിട്ടുണ്ട്. പെരിമീറ്റർ ഓഫ് ദ സർക്കിൾ ഈക്വൽ ടു എന്ന് എഴുതിയിട്ടുണ്ട്. അത് ഡബിൾ കോട്ട്സിലാണ്. അത് അതുപോലെ തന്നെ നമ്മുടെ സ്ക്രീനിൽ പെരിമീറ്റർ ഓഫ് ദ സർക്കിൾ ഈക്വൽ ടു എന്ന് വന്നു. അതിനുശേഷം ഔട്ട്പുട്ട് ഓപ്പറേറ്റർ എഴുതി വലതുവശത്ത് പെരിമീറ്റർ എന്ന് കൊടുത്തിട്ടുണ്ട്. പെരിമീറ്റർ എന്നുള്ളത് ഒരു വേരിയബിൾ ആണ്. വേരിയബിളിനകത്തുള്ള വാല്യൂ അവിടെ പ്രിന്റ് ചെയ്ത് വന്നുകൊള്ളും. 62.857 ആണെന്ന് അവിടെ പ്രിന്റ് ചെയ്ത് വന്നിട്ടുണ്ട്.
നിങ്ങൾക്കിപ്പോൾ ഇവിടെ ഒരു സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനും പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള പ്രോഗ്രാം എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഓക്കെ.